ഈ വർഷം ഐക്യരാഷ്ട്രസഭ ഒട്ടകവർഷം ആചരിക്കുകയാണ്. നമുക്കൊക്കെ മരുഭൂമിയിലെ കപ്പൽ എന്ന് മാത്രമേ ഒട്ടകത്തെക്കുറിച്ചറിയൂ. പക്ഷേ അറബ് ജീവിതത്തിൽ ഒട്ടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഖത്തരി വീടുകളിലെ ഒട്ടക ജീവിതത്തിൻ്റെ കാഴ്ചകൾ പറയുകയാണ് ഫൈസൽ ഹംസ. ദിവസവും 10 ലിറ്റർ പാല്, രാവിലെ 5 ലിറ്റർ, വൈകിട്ട് 5 ലിറ്റർ. കൂടെ കഴിക്കാൻ കുബൂസും ഈത്തപ്പഴവും ബ്രെഡുമൊക്കെ. സദാസമയം പരിചരിക്കാൻ പരിചാരകർ. ഈ ഒട്ടക ജീവിതം ആരും കൊതിച്ചു പോകും. ഒരു ഖത്തരി വീട്ടിലെ ഒട്ടകങ്ങളുടെ ജീവിതമാണ് ഇതുവരെ പറഞ്ഞത്. ഇത് ഏതെങ്കിലും ഒരു വീട്ടിലെ അപൂർവ കഥയല്ല. അറബികൾ അത്രമേൽ പ്രാധാന്യത്തോടെയാണ് ഒട്ടകങ്ങളെ കാണുന്നത്. പൈതൃകവുമായും ആത്മീയതയുമായും ദൈനംദിന ജീവിതവുമായുമെല്ലാം ഈ ഒട്ടകങ്ങൾക്ക് വലിയ ബന്ധമുണ്ട്. മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിലൂടെ ഇന്നത്തെ നാഗരികതയിലേക്കുള്ള പ്രയാണത്തിൽ അവരുടെ സന്തത സഹചാരിയായിരുന്നു ഒട്ടകങ്ങൾ. തലമുറകളേറെ കടന്നുപോയെങ്കിലും ഇന്നും ഒട്ടകങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റമില്ലെന്ന് ഖത്തറിലെ ബിസിനസ് കൺസൾട്ടന്റും സ്വദേശികളുമായി അടുത്തിടപഴകുന്നയാളുമായ ത്വാഹ മുഹമ്മദ് പറയുന്നു. അറബ് സംസ്കാരത്തിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു സംസ്കാരത്തിൽ ഒട്ടകം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മലയാളികൾക്ക് കേരവർഷം എത്രത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പോലെ ഒട്ടകവും ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവരുടെ സംസ്കാരത്തിൻ്റെ, അവരുടെ മതത്തിൻ്റെ, അവരുടെ മൂല്യങ്ങളുടെ, അവർ നൽകാൻ അവരുടെ വിശ്വാസത്തിൻ്റെ, അർപ്പണത്തിൻ്റെ ഒക്കെ സിമ്പലായിട്ടാണ് ഒട്ടകത്തിനെ കണക്കാക്കുന്നത്. ഒരു ദിവസം ഒരൊട്ടകത്തിന് ഏതാണ്ട് 10 മുതൽ 12 കിലോ ഭക്ഷണം വേണം. പുല്ലും ധാന്യവുമെല്ലാം ഈ മെനുവിലുണ്ട്. നമ്മൾ കേരളീയർക്ക് ആനയുള്ള തറവാട് പോലെ മുന്തിയ ഇനം ഒട്ടകങ്ങൾ അറബികൾക്ക് ആഢ്യത്വത്തിൻ്റെ അടയാളമാണ്. മനുഷ്യരുമായി വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന സ്വഭാവക്കാരാണ് ഇവർ. പ്രത്യേകിച്ചും വീടുകളിൽ വളർത്തുന്ന ഒട്ടകം നമ്മളൊരു വീട്ടിലെ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളെപ്പോലെ, പെറ്റ് അനിമൽസിനെ പോലെ തന്നെയാണ്. അത്രയും കെയർ കൊടുത്ത് തന്നെയാണ് ഒട്ടകത്തിനെ വളർത്തുന്നത്. ഇതൊരു വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു അനിമലാണ്. എന്നാൽ ഒരുപാട് കാഠിന്യമുള്ള വെതറിനെ പോലും ഇത് അതിജീവിക്കുന്നൊരു മൃഗമായതുകൊണ്ട് തന്നെ അത് വീടുകളിൽ വരുമ്പോഴത്തേക്ക് ആ അനിമലിന്, ആ മൃഗത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അത്രയും ഭയങ്കരമാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ അതിനെ മസാജ് ചെയ്ത് അതിനെ പരിപോഷിച്ച് വേണ്ട സമയത്ത് പ്രാണികളും എല്ലാം ഇത് ചെയ്യുകയാണെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ തെളിച്ച് അതിൻ്റെ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാട് നല്ല രീതിയിൽ വൃത്തിയാക്കി അങ്ങനെയാണ് അതിനെ പരിചരിക്കുന്നത്. ഒട്ടകങ്ങളെ വളർത്തുന്ന വലിയ ഫാമുകൾ ഖത്തറിലുണ്ട്. അത്തരമൊരു ഫാമിലെ കാഴ്ചകളാണിത്. ഇതിൽ ഏറ്റവും മികച്ചവയെയും ലക്ഷണമൊത്തവയെയും ബലി നൽകാൻ വേണ്ടിയാണ് വളർത്തുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായത് ബലിയർപ്പിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അസുഖങ്ങളില്ലാത്ത ഏറ്റവും ആരോഗ്യമുള്ള ഒട്ടകങ്ങളെയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. ആനയ്ക്ക് തലയെടുപ്പ് എന്ന് പറയുന്നത് പോലെ ഒട്ടകത്തിൻ്റെ കൂനിൻ്റെ വലുപ്പം വളരെ പ്രധാനമാണ്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിലും ഭക്ഷ്യക്ഷാമം നേരിടുന്നതിലുമുള്ള ഒട്ടകങ്ങളുടെ പങ്ക് കൂടി പരിഗണിച്ചാണ് UN ഈ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് ആചരിക്കുന്നത്. അറബ് ഭക്ഷണ മെനുവിലും ഒട്ടകയിറച്ചിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ പരമ്പരാഗത ഭക്ഷണങ്ങൾക്കൊപ്പം സ്റ്റീക്ക് പോലുള്ള വിഭവങ്ങളും ഒട്ടകയിറച്ചിയിൽ തയ്യാറാക്കുന്നു. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ അറബ് വീടുകളിൽ ഒഴിവാക്കാനാവാത്ത വിഭവമാണ് ഒട്ടകമാംസം. വിനോദങ്ങൾക്ക് വേണ്ടിയും ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നു. ഒട്ടകയോട്ട മത്സരങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിലെ പതിവ് കാഴ്ചയാണ്. കോടികളാണ് മുന്തിയ ഇനം ഒട്ടകങ്ങളെ സ്വന്തമാക്കാൻ ഒട്ടകപ്രേമികൾ ചെലവഴിക്കുന്നത്. മീഡിയ 1 ദോഹ.